ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്കൂംബ വീഡിയോ എഡിറ്ററാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ. ഇതിൽ നാവിഗേഷൻ ബട്ടൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂവ് ചെയ്യുന്നതൊക്കെ അത് ഉപയോഗിച്ച് കാണാവുന്നതാണ്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്കൂംബ വീഡിയോയിൽ പോകുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് താഴെ ഈ പ്ലസ് ബട്ടണിൽ കൊടുക്കുന്നു. ഇതിൽ നമുക്ക് ഇപ്പം വീഡിയോസാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ ഫയലിലുള്ള ഇവിടെ വീഡിയോസിൽ പോയി ഇതിൽ എൻ്റെ വീഡിയോ ഫയൽ കിടക്കുന്നതിൽ നിന്ന് ഞാൻ വീഡിയോ ഓർഡർ എന്നാണ് എടുക്കുന്നത്. വീഡിയോ ഓർഡർ ഇതാണ് ഞാൻ എടുത്ത ഫയൽ. അത് ഇവിടെ എടുത്തു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മളിതിൻ്റെ മൂവിങ് ഒന്ന് മിക്സ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി. അപ്പോൾ ഇതിൽ ഈ ഡാർക്ക് ബ്ലൂവിൽ നമ്മൾ എന്താണോ കൊണ്ടുവെക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ മൂവിങ്. ഇനി നമ്മളിവിടെ ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഏത് ഭാഗം എത്ര വരെ വേണമെന്നുള്ളത് നോക്കാം. നമുക്ക് ആവശ്യമായില്ലാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനാണ് ഇവിടെ ഈ സെക്കൻഡ് ബട്ടൺ നമ്മളിവിടെ ഈ ബട്ടണിൽ കൊണ്ടുവച്ച്. ഇപ്പോൾ നമുക്ക് താഴെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. ഫിൽറ്റർ കഴിഞ്ഞ് എഡിറ്റ്, ആ ഒരു കത്രികയുടെ എംബ്ലം ഉള്ള അവിടെ നമ്മൾ എഡിറ്റ് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് നമ്മളിതിൻ്റെ ലെങ്ത്തൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നോക്കാം. ഇവിടെ താഴെ നമുക്ക് ഇത് ഞാൻ മൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഈ വീഡിയോ മുഴുവൻ നമുക്ക് വേണമെങ്കിൽ നമ്മളിതിനെ രണ്ടറ്റത്തും കൊണ്ടുവെക്കണം. അപ്പോൾ ഈ ടോട്ടൽ വീഡിയോ മുഴുവൻ 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അത് മുഴുവൻ നമുക്ക് കിട്ടും. അതിന് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചുരുക്കി കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ മാറ്റി കൊണ്ടുവരാം. അടുപ്പിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ 1 മിനിറ്റ് 1.5 ശരി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തി. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയാണ് ഈ പോർഷനാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സൗണ്ട് ഇപ്പോൾ ഉണ്ട്. സൗണ്ട് ഉണ്ടെന്ന് അറിയാൻ ഇവിടെ കാണാൻ ഇവിടെ ഇത് സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതിവിടെ ഡാർക്ക് കളർ നിൽക്കുന്നത്. സൗണ്ട് ഇപ്പം ഞാൻ പോക്കുന്നില്ല, ഇതിന് ശേഷമാണ് പോക്കുന്നത്. ഇതിലെ സൗണ്ട് എന്താണെന്ന് അറിയാം. ഇനി നമ്മളിവിടെ ടിക്ക് കൊടുക്കുന്നു. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. ഇവിടെ വീണ്ടും നമ്മൾ ഈ ടിക്ക് കൊടുത്ത് നമുക്കൊന്നൊന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ഇതൊന്ന് മൂവ് ചെയ്ച്ച് നോക്കാം. ഞാറുപറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതുമറിക്കുന്നൊരാണുങ്ങളും കർഷക പാട്ടിൻ്റെ ആ നല്ലവൻ. ഓക്കെ, അപ്പോൾ ഇതിന് വളരെ ചുരുങ്ങിയ ദൈർഘ്യമേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഞാനിവിടെ ഈ ബട്ടണിൽ പോയി വീണ്ടും നമ്മൾ എഡിറ്റിൽ പോയി ലെങ്ത്ത് കൂട്ടാൻ ഓർക്കുക. താഴെ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നു. ഇപ്പോൾ ലെങ്ത്ത് കൂടി. ഓക്കെ, ഇനി ഇവിടെ ടിക്ക് കൊടുത്തുന്നു. വീണ്ടും ഇവിടെ ബ്ലൂവിലുള്ള ടിക്ക് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാറുപറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതുമറിക്കുന്നൊരാണുങ്ങളും കർഷക പാട്ടിൻ്റെ ആ നല്ല വരികളെന്ന് എൻ്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു. ഓക്കെ, മുഴുവൻ വെക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മ്യൂസിക് ഇതിൻ്റെ ഉണ്ടായിരുന്നതാണ്. ഈ ഗാനം ഇതിലുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഏത് പോർഷനാണോ നമ്മളെടുത്തത് അവിടുത്തെ മ്യൂസിക്കാണ് നമ്മൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് മ്യൂസിക് നമുക്കൊന്ന് ഒഴിവാക്കാം. ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്കൊരു മ്യൂസിക് കൊടുക്കാം. വീണ്ടും നമ്മൾ ഈ പെൻസിലിൽ പോകുന്നു. എഡിറ്റ് എന്നതിലെടുത്തു. ഇതാണ് ഇവിടെ ഈ സ്പീക്കറിൻ്റെ മുകളിലുള്ളതാണ്. നമ്മൾ ഇപ്പം ഇവിടെ ചെറിയൊരു ഡാർക്ക് കളറിൽ കാണാം. അത് നമ്മൾ കളയുന്നു. ലെഫ്റ്റിലേക്ക് നമ്മൾ നീക്കുക. അങ്ങനെ ലെഫ്റ്റിലേക്ക് നീക്കുമ്പോൾ നമുക്കത് വൈറ്റായി. അപ്പോൾ ഇവിടെ ഈ സ്പീക്കർ കട്ടായിട്ട് കാണാം.
ഇനി നമ്മൾ ടിക്ക് കൊടുക്കുന്നു. ടിക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബ്ലൂവിലുള്ള ടിക്ക് കൊടുക്കണം. ഈ ടിക്ക് കൊടുക്കാൻ മറക്കരുത്. 2 സ്ഥലത്ത് ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ട് ഉണ്ടാവുമോ നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് സൗണ്ട് വന്നു എന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സൗണ്ട് വന്നു. ഈ സൗണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉള്ള സൗണ്ടാണ്. അത് നമുക്ക് കളയണം. ആ സൗണ്ട് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ താഴെയുള്ള ഈ മ്യൂസിക്കിൻ്റെ എംബ്ലം എടുത്ത് ഇവിടെ മ്യൂട്ട് എന്നുള്ള ബട്ടൺ അവിടെ ഒന്ന് കൊടുക്കുക. മ്യൂട്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സൗണ്ട് പോയി. ഈ സൗണ്ട് പോയി. ഇത് നമ്മുടെ ഫയലിലുള്ള ഒരു മ്യൂസിക് ഇതിലേക്ക് കയറുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബട്ടൺ നമ്മൾ ഓഫ് ചെയ്തിട്ടണം. മറ്റൊരു ഓഫ് ചെയ്യുന്നതോടൊപ്പം അത് നമ്മൾ ആദ്യം ഓഫ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് കൊടുത്ത വീഡിയോയിലുള്ള സൗണ്ടാണ് നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്കൂംബ വീഡിയോൻ്റെ ഫയലിലുള്ള മ്യൂസിക് ഇതിലേക്ക് കയറുന്നതാണ് ഓഫ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഒന്ന് വർക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കി. ഇപ്പോൾ ഒരു സൗണ്ടും ഇല്ല. ഓക്കെ. ഇനി വീണ്ടും നമ്മൾ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് സൗണ്ട് കൊടുക്കണം. നമുക്കൊരു സൗണ്ട് കൊടുക്കാൻ നമ്മളെവിടെ പോകണം? ഇതിനാണ് താഴെ ഈ ഏറ്റവും ബ്ലൂവിലുള്ള താഴെയുള്ള ഈ മ്യൂസിക്കിൻ്റെ എംബ്ലത്തിൽ നമ്മൾ പോകണു. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഫയൽ ഇതൊക്കെ നമ്മൾ ഈ സ്കൂംബയിലുള്ള ഗാനങ്ങൾ ഇതാണ്, മ്യൂസിക്കാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കൊടുക്കാം. ഇത് ഒന്ന് സെലക്ട് ചെയ്ത് ഇത് പ്രിവ്യൂ ആണ്. എനിക്കത് മാറ്റണമെങ്കിൽ വേറെ ഒന്നിലേക്ക് കൊടുത്ത് നോക്കാം. അത് ഇല്ല. നമുക്ക് ഒഴിവാക്കി